ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയോട് ആ നേഴ്സ് വിളിച്ച് പറയാട്ടോ ചെയ്യുന്നത്. ഇവിടെ ബലരാമൻ പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. കൺമണി അയാളുടെ പെരുമാറ്റമൊന്നും അത്ര രസകരമായിട്ട് തോന്നുന്നില്ല. കാരണം അയാൾ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് എന്നോട് വരെ സംസാരിച്ചത്. കൃപയുടെ കാണാനാണ് വന്നിട്ടുള്ളത്. പക്ഷേ സാഗർ സാറിനും മേഡത്തിനും അവനെ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പറ്റില്ല. എന്നെ ആ റൂമിൽ നിന്ന് പോകാനായിട്ട് പറഞ്ഞു. ഇപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതെയോ ചേച്ചി, എന്നാൽ ഫോൺ വെച്ചോളൂ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ കൃഷിൻ്റെ അടുത്തേക്ക് തന്നെ കൺമണി പോവാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, സർ ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചീഫ് ഡിസൈനർക്ക് പറയാനുള്ളത്? എന്തുണ്ടെങ്കിലും എന്നോട് തന്നെ പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതും സർ, കാരണം ബലരാമൻ അവിടെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആരാ കൺമണിയെ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നേഴ്സ് വന്നിട്ടുണ്ടല്ലോ കൃപയെ നോക്കാനായിട്ട്, അവരാണ് പറഞ്ഞത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അയാളുടെ സംസാരമൊന്നും അത്ര ശരിയല്ല എന്ന് പറയുന്നുണ്ട്. സാഗർ സാറിനും മേഡത്തിനും അയാൾ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള രീതിയിലും പറഞ്ഞു. ഇന്ന് അവൻ്റെ കാര്യം ഞാൻ ശരിയാക്കിക്കോളാം കൺമണി എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ ചെയ്യുന്നത്. സാർ ഇതൊരു പ്രശ്നമാക്കരുത്, വീട് കൺമണി എന്ന് പറഞ്ഞ് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മാനസയും അതുപോലെ വിദ്യയാണ്. മാനസയെ കാണുമ്പോൾ വിദ്യ കൺഗ്രാറ്റുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാനസ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് വിഷ് ചെയ്തിട്ടുള്ളത് വിദ്യ എന്ന് ചോദിക്കുകയാണ്. അല്ല, മേഡത്തിൻ്റെ കല്യാണം ഔദ്യോഗികമായിട്ട് തന്നെ ക്രിസ് സാർ അവിടെ അനൗൺസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ അനൗൺസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എന്താ വിദ്യ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മാനസ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അല്ല മേഡം, കാരണം എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്, പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് മേഡത്തിന് ഇങ്ങനെയൊന്നും ക്രിസ് സാറിൻ്റെ ഭാര്യയായിട്ട് കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല കൺമണിയാണ് ഇനി എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത്. ഇവിടെ എല്ലാവരുമായിട്ട് അവൾ സ്വാധീനിച്ചിട്ടുണ്ട്, ദേവ്ജി അടക്കം എല്ലാവരും. അതുകൊണ്ട് തന്നെ മേഡത്തിൻ്റെ സ്ഥാനം ഇനി വളരെ താഴത്തോട്ടായിരിക്കും. ഒരുപക്ഷെ ജിഗമിൻ്റെ പോസ്റ്റിൽ വരെ അവൾ എത്താൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ് സാറുമായിട്ട് അവൾക്കുള്ള ഇഷ്ടം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. നീ എന്താ അവളോട് വ്യക്തിപരമായുള്ള ദേഷ്യം കാരണം എന്തൊക്കെയാണ് വിളിച്ച് പറയുന്ന വിദ്യ? എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ മേഡം. മേഡത്തിന് എത്ര തവണ ക്രിസ് സാർ ഹഗ് ചെയ്തിട്ടുണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് ഇവിടെ കൺമണിയായിട്ട് ക്രിസ് സാർ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നേരിട്ട് കാണുന്നതാണ്. മേഡത്തിനോട് ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ മേഡം എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ മേഡത്തിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാം. കൺമണിയും ക്രിസ് സാറും തമ്മിൽ ഇവിടെ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം തന്നെ എൻ്റെ കൂടെ നിൽക്കുമോ മേഡം? അങ്ങനെ നിൽക്കുവാണെങ്കിൽ എനിക്കും തന്നെ മേഡം ഒരു ഉപകാരം ചെയ്യണം. ചീഫ് ഡിസൈനറിൻ്റെ പോസ്റ്റിൽ നിന്ന് കൺമണി ഇറക്കി തരണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മേഡം ഉടനെ തന്നെ മറുപടി ഒന്നും പറയേണ്ട, കുറച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. മാനസയ്ക്ക് എല്ലാം കൊണ്ട് സംശയമായതുകൊണ്ട് തന്നെ മാനസ വിദ്യയുടെ പുറകെ പോയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിദ്യ, ഞാൻ ഏറ്റു, നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൺമണിയെ ഈ കമ്പനിയിൽ നിന്ന് തന്നെ ഞാൻ ഒഴിവാക്കി തരും എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ബലരാമനെ അന്വേഷിച്ചുകൊണ്ട് കൃഷി വീട്ടിലേക്ക് വരുന്നു. എവിടെ ബലരാമൻ ആൻറ്റിയമ്മ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അവൻ പോയല്ലേ, ഞാൻ വരുന്നത് കണ്ടപ്പോൾ പിന്നെ അവൻ പോയല്ലേ. അവൻ എന്തിനാണ് എൻ്റെ അനിയത്തിയെ കാണാൻ വന്നത്? കൃപ എൻ്റെ മാത്രം അനിയത്തിയാണ്, അവൻ്റേതല്ല. അതുകൊണ്ടാണല്ലോ അവൻ ഇടയ്ക്ക് കാണാൻ വരേണ്ട ആവശ്യകതയില്ല എന്ന് പറയുന്നു. അപ്പോൾ സാഗർ വരുന്നുണ്ട്. എന്താ മോനെ, എന്താ പ്രശ്നം? ബലരാമൻ എവിടെയാണ് ചോദിക്കുന്നത്. അവനൊക്കെ നേരത്തെ പോയില്ലേ എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് അവനെ ഇവിടെ വീട്ടിൽ കയറ്റി വെച്ച് സൽക്കരിക്കുന്നത്? ഇതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നിങ്ങളോട്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുന്നോ കേൾക്കുന്നോ ഇല്ലല്ലോ. അപ്പോഴത്തേനും സുജാത വരുന്നുണ്ട്. എന്താ മോനെ അച്ഛനോട് നീ കയർത്ത് സംസാരിക്കുന്നത്? പിന്നെ അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയായിട്ടല്ലല്ലോ സംസാരിക്കുന്നത്, ബലരാമൻ്റെ അച്ഛനും അമ്മയായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് ശരിയല്ലേ, അവൻ്റെ അധിക വിനയവും പെരുമാറ്റവും ബലരാമൻ്റെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനെന്തോ ഒരു ഉദ്ദേശമുണ്ട് അനിയൻകൂട്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആൻറ്റിയമ്മ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇവന് വെറുതെ തുള്ളിച്ചാടുകയാണ്. അവൻ്റെ തുള്ളൽ കണ്ട് ആൻറ്റിയമ്മ ഇങ്ങനെ തുടങ്ങിയാലോ. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾക്ക് കുറ്റെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കൃഷി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നു. അപ്പോൾ സുജാതയും ആൻറ്റിയമ്മയും പറയുന്നത്, എന്താ മോനെ പോവണ്ടെന്ന് പറയുന്നു. സാഗർ മോനെ വിളിക്ക്, ഞാൻ പോവും, എനിക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. അങ്ങനെ സുജാതയും ആൻറ്റിയമ്മയും വിഷമിച്ചുകൊണ്ട് നിൽക്കട്ടോ, കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ
കമ്പനിയിൽ നമ്മുടെ കൺമണിയാണ് കാണിക്കുന്നത്. അവിടേക്ക് മാനസ വരുന്നുണ്ട് കേട്ടോ. മാനസ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ കൺമണി ചീഫ് ഡിസൈനറായപ്പോൾ ജോലിഭാരം കൂടിയല്ലേ എന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പോസ്റ്റാണ് മാഡം അത്, പക്ഷെ എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്തായാലും GMൻ്റെ പോസ്റ്റിൻ്റെ താഴെ തന്നെയാണല്ലോ അത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തം നിനക്ക് തരാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ 1 വർഷത്തെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ മെയിലിലേക്ക് നീ നാളെ അയക്കണം. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് രാവിലെ തന്നെ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതായിരിക്കണം കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. മേഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ ഒരു ഉദ്ദേശം വെച്ച് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദ്ദേശമില്ല കൺമണി, എന്നോട് പറഞ്ഞൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. 1 ദിവസം കൊണ്ട് കഴിയില്ല മാഡം, ഒരാഴ്ച കൊണ്ടൊക്കെയാണ് മാക്സിമം നോക്കാമെന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല, 1 ദിവസം കൊണ്ട് തന്നെ ചെയ്യണം. ഞാൻ ഉറക്കമുളച്ച് ഇവിടെ ഇരുന്ന് തന്നെ എൻ്റെ വീട്ടിലും കൂടി പോവാതെ ഞാനിത് ചെയ്യണമെന്നാണോ മാഡം പറഞ്ഞു വരുന്നത്? അതെന്തോ ആയിക്കോട്ടെ, കടന്നോ ഇരുന്നോ ഉരുണ്ടോ നീ എന്താ ചെയ്തോ, പക്ഷേ എനിക്കത് കിട്ടിയിരിക്കണമെന്ന് പറയുന്നു. മാഡത്തിന് എന്നോട് ദേഷ്യമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, കാര്യങ്ങൾ പറയാൻ എനിക്കൊരു മടിയുമില്ല കൺമണി എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേന് പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നു. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം, അല്ലെങ്കിൽ കൊമ്പിൽ എത്തിപ്പിടിക്കാൻ കൺമണി നീ നോക്കണ്ട എന്നൊക്കെ പറയുന്നു. മാഡം എന്താ ഈ പറയുന്നത്? ഒരിക്കലും ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് അവകാശപ്പെട്ട് തന്നെ ഞാൻ വിട്ടുകൊടുത്തിട്ടുള്ള ശീലമേ ഉള്ളൂ, ആരതും ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയുന്നു. നീ എന്താ എന്നെ ആക്കി പറയുന്നത് പോലെ? അല്ല, മാഡത്തിനോട് പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്രമല്ല, സ്നേഹം കാണിച്ചിട്ട് അഭിനയിച്ചിട്ട് അതിനെ വെറുതെ നശിപ്പിക്കാൻ ഞാനും നിൽക്കില്ല എന്ന് പറയുന്നു. നീ കൂടുതൽ സംസാരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. പിന്നെ വരുണിനെ കാണിക്കുന്നത്, വരുണ് കൺമണിയെ കാണാനായിട്ട് അലികയിലേക്ക് വരുമ്പോഴത്തേനും അമ്മായിമാർ പറയുന്നു, ഞങ്ങളെ മനസ്സിലായും ചോദിക്കുന്നുണ്ട്. എൻ്റെ ബുദ്ധിക്കൊന്നും പ്രശ്നമില്ല, എൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെ ഇനി പെട്ടെന്ന് കല്യാണം നടക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് വരുണ് പറയുന്നുണ്ട്. കൺമണി അകത്തുണ്ട്, എന്താ വെച്ചാൽ സംസാരിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ വിദ്യ അവിടേക്ക് വരുന്നു. എന്താ വരുൺ ഇങ്ങനെ ഇരിക്കുന്നത്? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ, എന്താ നിങ്ങളുടെ കല്യാണം നടക്കാത്ത ഇതുവരെ? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നത്. എപ്പോഴും ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ അവിടെ ഒഴിഞ്ഞു മാറും, ഇനി അത് നടക്കില്ല എന്ന രീതിയിലൊക്കെ വരുണ് പറയുന്നുണ്ട് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.